ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അവഹേളിക്കപ്പെടാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കാര്യത്തിലൊക്കെ കുറവുകൾ അനുഭവിച്ചിട്ട് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലൊരു തൊലി ഉരിഞ്ഞു മാറ്റിയ ഒരു നിമിഷം ഈശോയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈശോയുടെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുത്തു. തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കി അവർ ചിട്ടിയിട്ട് തീരുമാനിച്ചു ആർക്ക് വേണമെന്ന്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോൾ ഒത്തിരി രീതികളിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം കരക്കടുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പല സംരംഭങ്ങൾ തുടങ്ങി അതിൽ തോറ്റുപോകുമ്പോൾ, തുടങ്ങിയ സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരുമ്പോൾ ഒക്കെ ഒരു തരം തൊലിയുരിക്കൽ നടക്കും. പണം കയ്യിലെത്തിയാലും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കയ്യിലൊന്നും ബാക്കിയില്ലാതെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഭാഗ്യമില്ല, നിനക്ക് പണമുണ്ടാകാനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടും അതിലൊന്നും വിജയിക്കാൻ കഴിയാത്തത് നിനക്ക് ദൈവാനുഗ്രഹവും ഭാഗ്യവും ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഏറ്റവും പ്രിയപ്പെട്ടവർ കുറ്റപ്പെടുത്തുമ്പോൾ ഈ തൊലിയുരിക്കൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എത്രയെത്ര സ്നേഹിച്ചിട്ടും പരിചരിച്ചിട്ടും അതൊന്നും മനസ്സിലാക്കാതെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുകയും വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങൾ ഉള്ളപ്പോഴും ഈ തൊലിയുരിക്കൽ സംഭവിക്കും. ജീവിതത്തിലുടനീളം ഓരോ മനുഷ്യ വ്യക്തിയും അനുഭവിച്ചറിയുന്ന ഈ നഗ്നമാക്കലും തൊലിയൊരിക്കലും ഒക്കെ തന്നെയാണ് ഈശോനാഥൻ നമുക്ക് വേണ്ടി അനുഭവിച്ചു കഴിഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും മഹനീയമായ ബലി സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവർത്തനങ്ങൾ മാത്രമാണ് വേണ്ടത്, അതിലും വലിയൊരു ബലി ഇനി നടക്കാനില്ലെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വീഴ്ചകളും തൊലിയുരിക്കലുകളും എല്ലാം അനുഭവിച്ച് ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഇനിയും തോറ്റുപോകും എന്ന് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട അവസ്ഥയില്ല. എല്ലാവർക്കും തന്നെ പരിചയമുള്ള പഠന പ്രദേശങ്ങളിലുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡുണ്ട്, KFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ചു വറ്റിക്കാൻ പറ്റാത്ത വിധം തലയ്ക്കുമേലെ പരാജയങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ അണക്കെട്ട് തന്നെ തീർത്ത മനുഷ്യനായിരുന്നു KFCയുടെ സ്ഥാപകൻ. 60-ാമത്തെ വയസ്സിൽ ഒരവസാന പരീക്ഷണം എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയ രുചിക്കൂട്ടാണ് KFCയുടെ നിലനിൽപ്പ് തന്നെ ആധാരം. ആ ഫ്രൈഡ് ചിക്കൻ പോലെ ഒരുപാട് പേരുകളിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായാലും KFC ചിക്കൻ്റെ രുചിയും ഗുണത്തിനും അനുസരിച്ച് മറ്റൊന്ന് ഉണ്ടായില്ല. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കൊച്ചു പരാജയങ്ങൾ, തോൽപ്പിക്കപ്പെടൽ, അവഹേളിക്കപ്പെടൽ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ 10-ാം സ്ഥലം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നിനും അവസാനമായിട്ടില്ല. ഒരു കീറത്തുണിയെങ്കിലും നിന്റെ മേലെ പുതപ്പിക്കാൻ നിന്റെ ശത്രുക്കൾ നീട്ടിത്തന്നെങ്കിൽ അതനുഭവിച്ച കർത്താവായ ഈശോനാഥൻ്റെ മക്കൾക്ക് അവിടുന്ന് ഒരു വലിയ ടെക്സ്റ്റൈൽസ് തന്നെ തരികയില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും തോറ്റുപോയവരാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഒരിക്കലും വിജയിക്കില്ലെന്ന് ചെറുപ്പം മുതലേ കേട്ടു വളർന്ന അതേ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ തകർന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാലും ഈശോയ്ക്ക് നീട്ടിക്കൊടുത്ത ആ കീറത്തുണി അവൻ ഏറ്റെടുത്തതുപോലെ നമ്മളാകുന്ന ഈ പഴംതുണികൾ, കീറത്തുണികൾ, ഒരു കൊച്ചു
നേട്ടങ്ങൾ അതെല്ലാം ചേർത്ത് വെച്ച് നിന്നെ എറിയുന്ന ഓരോ കല്ലും നിന്റെ മണിമാളികയ്ക്കുള്ള മൂലധനമാണ് എന്ന് പണ്ടൊരിക്കൽ എവിടെയോ വായിച്ചതോർക്കുന്നു. അതുപോലെ നമ്മുടെ സങ്കടങ്ങളും പരാജയങ്ങളും ദാരിദ്ര്യ ദുഃഖവും പണത്തിൻ്റെ ഇല്ലായ്മയും പേരുദോഷവും എല്ലാം നമുക്കുള്ള അനുഗ്രഹങ്ങളായി മാറ്റാനാണ് ഈശോ ഈ വസ്ത്രം മുരിയാനായിട്ട് നിന്നു കൊടുത്തത്. അതുകൊണ്ട് ഈശോയുടെ ആ ഒരു തിരുസ്വരൂപം, ക്രൂശിതനായ ഈശോ, അർത്ഥനഗ്നനായ ഈശോ നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അവനിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓരോ സഹനത്തെയും നമുക്ക് വിശുദ്ധമായ സന്തോഷമായ അനുഭവങ്ങളാക്കി മാറ്റാം. ആമേൻ.